എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി 13ാമത്തെ ചോദ്യമാണ് വൺ വേർഡ് സെക്ഷൻ അല്ലെങ്കിൽ 1 മാർക്ക് സെക്ഷനിൽ. അഡോളസൻസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫേസ് ഇൻ എവറി ചൈൽഡ്സ് ലൈഫ് ആസ് ദ നോളജ് ആൻഡ് അവയർനെസ് ദേ അക്വയർ ഡ്യൂറിങ് ദിസ് ഫേസ് ഈസ് ഷേപ്പിംഗ് ദം ഇൻ ടു എ ബെറ്റർ സോഷ്യൽ ബീയിങ്. ഇവിടെ നമ്മൾ ചോദിക്കാം, വൈ അഡോളസൻസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫേസ് ഇൻ എവറി ചൈൽഡ്സ് ലൈഫ്. എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ എന്തുകൊണ്ടാണ് അഡോളസൻസ് ഒരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഒരു ചൈൽഡിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി കാണുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ലൈഫ് കാരണം എന്താണ്? അഡോളസൻസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫേസ് ഇൻ എവറി ചൈൽഡ്സ് ലൈഫ്. അഡോളസൻസ് എന്ന് പറയുന്നത് ഓരോ കുഞ്ഞിൻ്റെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആസ് ദ നോളജ് ആൻഡ് അവയർനെസ്, അതായത് അറിവും ബോധ്യവും ദേ അക്വയർ എന്ന് വെച്ചാൽ ആർജിക്കുക. ഡ്യൂറിങ് ദിസ് ഫേസ്, ഈ സമയത്ത്, ഡ്യൂറിങ് ദിസ് ഫേസ് എന്ന് വെച്ചാൽ ഈ കാലയളവിൽ, ഈ ഷേപ്പിംഗ് ദം, അത് അവരെ രൂപപ്പെടുത്തുന്നു ഇൻ ടു എ ബെറ്റർ സോഷ്യൽ ബീയിങ്, അവരെ ഒരു നല്ല സാമൂഹിക ജീവിയായിട്ട് രൂപപ്പെടുത്തുന്നത് കൊണ്ടാണ് അഡോളസൻസ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി 14ാമത്തെ ചോദ്യം. ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് സെക്സ്വൽ ഡെവലപ്മെൻറ്റ് ഇൻ ടീനേജേഴ്സ് ക്യാൻ മേക്ക് ഇൻ ദം ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. അപ്പം വാട്ട് മേക്സ് ദ അഡോളസൻസ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. എന്താണ് അഡോളസൻസിൽ ക്യൂരിയോസിറ്റിയും ആങ്സൈറ്റിയും ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്താണ് അഡോളസൻസിൽ അല്ലെങ്കിൽ കൗമാരക്കാരിൽ ക്യൂരിയോസിറ്റിയും എന്താണ് അതുപോലെ തന്നെ ആശങ്കകളും ജിജ്ഞാസകളും ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ക്യൂരിയോസിറ്റിയും എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിജ്ഞാസയും, ആങ്സൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ എന്താണ് ആശങ്കയും എന്നുള്ള അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് അവരിൽ ഉണ്ടാക്കുന്നത്? ഫിസിക്കൽ ചേഞ്ച്, അതായത് ശരീരത്തിൻ്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ശാരീരിക മാറ്റങ്ങളും, സെക്സ്വൽ ഡെവലപ്മെൻറ്റ്, അതായത് സെക്സ്വൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ്വൽ ഓർഗൻസിൻ്റെ അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയും ഇൻ ദ ടീനേജേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗമാരക്കാരിൽ ക്യാൻ മേക്ക് ദം ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി, അവർക്ക് ജിജ്ഞാസയും അതുപോലെ തന്നെ ആശങ്കയും ഉണ്ടാക്കുന്നതിന് കാരണമായി തീരുന്നു. ഇനി 15ാമത്തെ ചോദ്യം. അൺസയൻറ്റിഫിക് ഇൻഫർമേഷൻ ഫ്രം വേരിയസ് സോഴ്സസ് ഇൻക്ലൂഡിംഗ് സോഷ്യൽ മീഡിയ ക്യാൻ ബി ടേക്കൺ ഇൻ ടു ബി ട്രൂ ആൻഡ് ദാറ്റ് മേ ലീഡ് ടു റിസ്കി ബിഹേവിയറൽ പാറ്റേൺ. അപ്പോൾ നമ്മൾ ചോദിക്കാം, വാട്ട് വിൽ ലീഡ് ഇൻ അഡോളസൻസ് റിസ്കി ബിഹേവിയർ പാറ്റേൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അപകടകരമായ രീതിയിലുള്ള സ്വഭാവ വൈകല്യങ്ങളിലേക്ക്, ഓക്കെ, അവർക്ക് അപകട സാധ്യതയായ പെരുമാറ്റത്തിലേക്ക് അഡോളസൻസിനെ അല്ലെങ്കിൽ കൗമാരക്കാരെ തള്ളിവിടുവാനുള്ള കാരണം എന്താണ്? അൺസയൻറ്റിഫിക് ഇൻഫർമേഷൻ, അതായത് ശാസ്ത്രീയമായിട്ടുള്ള അറിവില്ലായ്മയും, ഫ്രം വേരിയസ് സോഴ്സസ്, വ്യത്യസ്തമായ സോഴ്സുകളിൽ നിന്നുള്ള ശാസ്ത്രീയമായ അറിവില്ലായ്മയും, ഇൻക്ലൂഡിങ് സോഷ്യൽ മീഡിയയിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന അശാസ്ത്രീയമായ അറിവുകൾ റിസ്കി ബിഹേവിയർ പാറ്റേണിലേക്ക് ഒരാളെ തള്ളിവിടുവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി 16ാമത്തെ ചോദ്യം. അഡോളസൻസ് ഷുഡ് ബി എ സ്റ്റേജ് ടു ഡിസേൺ അൺഡിസൈറബിൾ ജസ്റ്റേഴ്സ് ലൈക്ക് ഗെയ്സ്, ടച്ച് ആൻഡ് ഫിസിക്കൽ ടെംപ്റ്റേഷൻ ഡിറക്റ്റഡ് ടുവേർഡ്സ് ദം. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ഷുഡ് ബി വി കോൺഷ്യൻസ് ഓഫ് ഇൻ അഡോളസൻസ്, അല്ലെങ്കിൽ വാട്ട് വി ഷുഡ് ലേൺ ടു ഡിസേൺ ഇൻ അഡോളസൻസ്. എന്താണ് നമ്മൾ അഡോളസൻസ് അല്ലെങ്കിൽ കൗമാര കാലഘട്ടത്തിൽ തിരിച്ചറിയുവാനായിട്ട് ചെയ്യേണ്ടത് എന്താണ് എന്നാണ് തങ്ങളുടെ. അപ്പോൾ അവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ തിരിച്ചറിയുവാനുള്ള ഒരു ബോധ്യം അഡോളസൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൗമാരത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അഡോളസൻസ് ഷുഡ് ബി എ സ്റ്റേജ് ടു ഡിസൈൻ, അവിടെ തിരിച്ചറിയണം അൺഡിസൈറബിൾ ജസ്റ്റേഴ്സ്. എന്താണ്? ഒന്നാമതായിട്ട് തങ്ങളുടെ നേർക്കുണ്ടാകുന്ന ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആംഗ്യങ്ങളും നോട്ടവും അതുപോലെ തന്നെ സ്പർശനവും പ്രലോഭനവും, ലൈക്ക് ഗെയ്സ്. ഓക്കെ, ഗെയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ആംഗ്യങ്ങൾ, ഗെയ്സ് എന്ന് വെച്ചാൽ നോട്ടം, ടച്ച് എന്ന് വെച്ചാൽ സ്പർശനം, ആൻഡ് ഫിസിക്കൽ ടെംപ്റ്റേഷൻസ്, അതുപോലെ തന്നെ എന്താണ് അവിടെ അവരുടെ നേരെ ഉണ്ടാകുന്ന സ്പർശനവും പ്രലോഭനങ്ങളും, പല രീതിയിലുള്ള പ്രലോഭനങ്ങളിലേക്ക് സെക്സ് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രലോഭനവും ഉണ്ടായിരിക്കാം. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ പ്രലോഭനങ്ങളെയും എന്ത് ചെയ്യണം? നേരിടുവാനുള്ള ആ ഒരു കഴിവും അഡോളസൻസ് സമയത്ത് നമ്മൾ നേടിയെടുക്കണം. ഓക്കെ, ഇനി 17ാമത്തെ ചോദ്യം. അഡോളസൻസ്
ഈസ് എ സ്റ്റേജ് ടു ഡെവലപ്പ് കറേജ് ആൻഡ് ദ കപ്പാസിറ്റി ടു സേ ഡാഷ് ടു വാട്ട് ഈസ് റോങ്. അതായത് അഡോളസൻസിൽ എന്തിനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ ലേൺ ചെയ്തെടുക്കേണ്ടത്, വാട്ട് കപ്പാസിറ്റി വി ഷുഡ് ലേൺ ടു ഗെയിൻ ഇൻ അഡോളസൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡോളസൻറ്റ് സ്റ്റേജിൽ കൗമാര കാലഘട്ടം ടു ഡെവലപ്പ് ദ കറേജ്, അതായത് ഡെവലപ്പ് ദ കറേജ് അല്ലെങ്കിൽ ധൈര്യം നേടിയെടുക്കണം, ആൻഡ് കപ്പാസിറ്റി കഴിവ് നേടിയെടുക്കണം, ടു സേ നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട എന്നല്ലെങ്കിൽ വേണ്ട എന്ന് പറയുവാനുള്ള ആ ഒരു കഴിവും കപ്പാസിറ്റിയും, എന്തിന് എതിരെ വാട്ട് ഈസ് റോങ്, എന്താണോ തെറ്റായിട്ടുള്ളത് ആ തെറ്റിനെതിരെ നോ എന്ന് പറയുവാനുള്ള ഒരു കപ്പാസിറ്റിയും കഴിവും അഡോളസൻസിൽ എല്ലാ കുട്ടികളും നേടിയെടുക്കണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി 18ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇൻ അഡോളസൻസ് ഡിമോണർ അല്ലെങ്കിൽ ബിഹേവിയർ ഷുഡ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് ടുവേർഡ്സ് ദ ആക്ഷൻ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് അക്കോർഡിംഗ് ടു സോഷ്യൽ നോംസ് ആൻഡ് ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് അതേഴ്സ് ഈസ് ടു ബി വാല്യൂഡ് ആൻഡ് റെസ്പെക്റ്റഡ്. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് ബിഹേവിയറൽ പാറ്റേൺ അഡോളസൻറ്റ് അല്ലെങ്കിൽ കൗമാരക്കാർക്ക് ഉണ്ടാകേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡോളസൻറ്റ് ബിഹേവിയർ, അതായത് കൗമാരകാലത്തുള്ള ബിഹേവിയർ ഷുഡ് ബി സച്ച് എ വേ, നല്ല രീതിയിലായിരിക്കണം, ദാറ്റ് ടുവേർഡ്സ് ദ ആക്ഷൻ, അതായത് ആക്ഷൻ ഷുഡ് ബി റെസ്ട്രിക്റ്റഡ്, സ്വയം എന്താണ് ആക്ഷൻ അവരുടെ പ്രവർത്തികളെ നിയന്ത്രിക്കണം, അക്കോർഡിംഗ് ടു ദ സോഷ്യൽ നോം, സാമൂഹികമായിട്ടുള്ള നിയമങ്ങളനുസരിച്ചും, സ്വാതന്ത്ര്യമനുസരിച്ചും, ഡിഗ്നിറ്റി ഓഫ്, മറ്റുള്ളവരുടെ മഹത്വവും അന്തസ്സിനെയും ഉയർത്തി കാണിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിനെ വില കൽപ്പിക്കുന്നതും ബഹുമാനിക്കുന്നതുമായ രീതിയിലുള്ള സ്വഭാവത്തിലേക്കായിരിക്കണം അഡോളസൻ്റ് കാലഘട്ടങ്ങളിൽ ഈ കൗമാരത്തിലുള്ളവർ വളർന്നു വരേണ്ടത്. ഓക്കെ, ഇനി 19ാമത്തെ ചോദ്യം. ഹെൽപ്പ് ഫ്രം പേരൻസ്, teachers, health workers and school counselors can be sought if one is not capable of managing adolescent issues by oneself. അതായത് ഒരാൾക്ക് അല്ലെങ്കിൽ കൗമാരത്തിലുള്ള ഒരു കുട്ടിക്ക് തനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടുവാനുള്ള കഴിവ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ കഴിവില്ല എങ്കിൽ ആരിൽ നിന്നാണ് സഹായം നേടേണ്ടത്? അവരിൽ സഹായം നേടേണ്ടത് പേരൻസ്, രക്ഷിതാക്കളിൽ നിന്നായിരിക്കണം, ടീച്ചേഴ്സ്, പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്നായിരിക്കണം, ഹെൽത്ത് വർക്കേഴ്സ്, ആരോഗ്യ പ്രവർത്തകരിൽ നിന്നായിരിക്കണം, സ്കൂൾ കൗൺസിലേഴ്സ്, സ്കൂളിലുള്ള കൗൺസിലേഴ്സിൽ നിന്ന്. ഓക്കെ, ദിസ് ആർ ദ പീപ്പിൾ. ഈ ആളുകളിൽ നിന്നാണ് കൗമാരക്കാർ സഹായം തേടേണ്ടത്. ഓക്കെ, ഇനി 20ാമത്തെ ചോദ്യം. പ്യൂബർട്ടി ഈസ് അറ്റൈൻഡ് വെൻ സെമൻ പ്രൊഡക്ഷൻ ബിഗിൻസ് ഇൻ ബോയ്സ് ആൻഡ് മെൻസ്ട്രേഷൻ ഇൻ ഗേൾസ്. അതായത് പൂബർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ശാരീരിക വളർച്ച തുടങ്ങുന്ന അല്ലെങ്കിൽ സെക്സ്വൽ വളർച്ച എന്ന് പറയുന്നത് എപ്പോഴാണ് തുടങ്ങുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആരംഭിക്കുന്നത് പ്രത്യുൽപാദന ശേഷി. അപ്പോൾ പ്യൂബർട്ടി എന്ന് വെച്ചാൽ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്യൂബർട്ടി എന്ന് വെച്ചാൽ പ്രത്യുൽപാദന ശേഷി. അപ്പോൾ നമ്മളോട് ചോദിക്കണം, വെൻ ഡു എ പേഴ്സൺ ബിക്കം പ്യൂബർട്ടി അല്ലെങ്കിൽ റീച്ച് ഇൻ പ്യൂബർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരാൾ പ്രത്യുൽപാദന ശേഷിക്ക് കഴിവായി തീരുന്നത് അല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷിയുള്ള ആളായി തീരുന്നത് എന്ന് ചോദിച്ചാൽ പ്യൂബർട്ടി ഈസ് അറ്റൈൻഡ്, പ്യൂബർട്ടി കിട്ടുന്നത് എപ്പോഴാണ്? വെൻ സെമൻ പ്രൊഡക്ഷൻ, അതായത് ശുക്ല ഉൽപാദനം, ബിഗിൻസ് ഇൻ ബോയ്സ്, ആൺകുട്ടികളിൽ തുടങ്ങുമ്പോഴും, ആൻഡ് മെൻസ്ട്രേഷൻ, ആർത്തവം, ഇൻ ഗേൾസ്, സ്ത്രീകളിൽ അല്ലെങ്കിൽ പെൺകുട്ടികളിൽ ആർത്തവം തുടങ്ങുമ്പോഴുമാണ് എന്ത് ചെയ്യുന്നത്? പൂബർട്ടി തുടങ്ങുന്നത്. ഇനി 21ാമത്തെ ചോദ്യം. ഡ്യൂറിങ് പൂബർട്ടി സ്റ്റേജ് ദ ബോഡി അണ്ടർഗോസ് സർട്ടൻ യൂണിക് ചേഞ്ചസ്. ഏത് സമയത്താണ് നമ്മളുടെ ശരീരം ചില പ്രത്യേക തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന് ഉത്തരം എന്താണ്? ഡ്യൂറിങ് പ്യൂബർട്ടി സ്റ്റേജ്, അതായത് പ്യൂബർട്ടി പൂർണ്ണ വളർച്ചയെത്തുന്ന പ്രത്യുൽപാദനത്തിന് ഒരാളെ കേപ്പബിൾ ആക്കി, കഴിവുള്ളവനാക്കി ആ ഒരു സമയത്താണ് നമ്മളുടെ ശരീരത്തിന് വളർച്ച കൂടുതലായിട്ട് എത്തുന്നത്. ഓക്കെ, ഇനി 22ാമത്തെ ചോദ്യം. വിത്ത് പൂബർട്ടി ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആക്സിലറേറ്റ്. അതായത് പൂബർട്ടിയോടുകൂടി ഒരു പുരുഷൻ്റെ പ്രത്യുൽപാദനത്തിനാവശ്യമായിട്ടുള്ള അവയവങ്ങളുടെ വളർച്ച വളരെ പെട്ടെന്നായി തീരുന്നു. ഓക്കെ, വെൻ ഡു ദ മെൻസ് റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഡെവലപ്മെൻറ്റ് ഈസ് ആക്സിലറേറ്റ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക എപ്പോഴാണ് പുരുഷൻ്റെ പ്രത്യുൽപാദന അവയവങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ വളർച്ച ആക്സിലറേറ്റ് ആവുന്ന അല്ലെങ്കിൽ സ്പീഡിലായി തീരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക വിത്ത് പ്യൂബർട്ടി ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് വളർച്ച എത്തുന്നത് അല്ലെങ്കിൽ പ്യൂബർട്ടിയോട് കൂടിയാണ് ഒരു പുരുഷൻ്റെ പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച പൂർത്തീകരിക്കുന്നത്. ഇനി 23ാമതായിട്ട് വിത്ത് പ്യൂബർട്ടി സെമൻ പ്രൊഡക്ഷൻ ബിഗിൻസ് ഇൻ ബോയ്സ്. വെൻ ഡു സെമൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട്സ് ഇൻ ബോയ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക വിത്ത് പ്യൂബർട്ടി, പൂബർട്ടിയോട് കൂടി ശുക്ല ഉൽപാദനം, സെമൻ
സെമൻ പ്രൊഡക്ഷൻ ബിഗിൻസ് ഇൻ ബോയ്സ് ആരംഭിക്കുന്നു ആൺകുട്ടികളിൽ. ഓക്കെ, ഇനി 24ാമത്തെ ചോദ്യം. എറക്ഷൻ ഓഫ് പെനീസ് ഒക്വേഴ്സ് ഇൻ ബോയ്സ് ആസ് ദ ബ്ലഡ് ഫ്ലോ ടു ഇറ്റ്. അതായത് എപ്പോഴാണ് എറക്ഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ലിംഗ ഉദ്ധാരണം സംഭവിക്കുന്നത് എപ്പോഴാണ്? പെന്നീസിലേക്ക് അല്ലെങ്കിൽ വൃഷ്ണത്തിലേക്ക്, എന്താണ് ലിംഗത്തിലേക്ക് രക്തത്തിൻ്റെ ഓട്ടം കൂടി വരുമ്പോഴാണ് എന്ത് ലിംഗ ഉദ്ധാരണം സംഭവിക്കുന്നത്. അപ്പം ലിംഗ ഉദ്ധാരണം സംഭവിക്കുന്ന സമയം എപ്പോഴാണ് നമുക്ക് മനസ്സിലായല്ലോ. ലിംഗ ഉദ്ധാരണം സംഭവിക്കുന്നത് ലിംഗത്തിലേക്ക് എന്താണ് ബ്ലഡ് ഫ്ലോ, ബ്ലഡിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ രക്തത്തിൻ്റെ ഒഴുക്ക് കൂടുന്ന സമയത്താണ്. ഇനി 25ാമത്തെ ചോദ്യമാണ്. വിത്ത് പ്യൂബർട്ടി ഇൻ ബോയ്സ് ഇജാക്കുലേഷൻ മേ ഒക്വർ ഡ്യൂറിങ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. അതായത് ആൺകുട്ടികളിൽ ഇജാക്കുലേഷൻ അതായത് ശുക്ല വിസർജനം എപ്പോൾ സംഭവിക്കുന്നു? ഡ്യൂറിങ് സ്ലീപ്പ് അറ്റ് നൈറ്റ്, രാത്രി ഉറങ്ങുന്ന സമയത്ത് പ്യൂബർട്ടിയിൽ എത്തിച്ചേരുന്ന ആൺകുട്ടികളിൽ ശുക്ല വിസർജനം സ്വയമേ നടക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.